ഹലോ നമസ്കാരം. ഞാനിപ്പോൾ ഉള്ളത് കാനഡയിലെ മോൺട്രിയൽ എന്ന സ്ഥലത്താണ്. അപ്പോൾ നമ്മളിന്നിവിടെ ഫുൾ ഡേ കറങ്ങാൻ പോവുകയാണ്. എന്തൊക്കെ കാഴ്ചകളാണ് ഇവിടെ ഉള്ളതെന്ന് അറിയണ്ടേ? നിങ്ങളെപ്പോലെ തന്നെ ഞാനും ആകാംക്ഷയിലാണ്. അപ്പോൾ നമുക്ക് നോക്കാട്ടോ എന്തൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ എന്നുള്ളത്. ഇവിടെ നമ്മൾ കുറച്ച് ഉള്ളേരിയയിലായിട്ടാണ് നമ്മൾ റൂം എടുത്തിട്ടുണ്ടായിരുന്നത്. ഏകദേശം 1 മണിക്കൂർ എടുക്കും ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണുന്ന ഒരു സ്ഥലം ഒക്കെ എത്തണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ നമുക്ക് നോക്കാട്ടെ, ഇവിടുത്തെ സ്ഥലങ്ങളൊന്നും നമ്മൾ കണ്ടിട്ടില്ലല്ലോ. അപ്പോൾ പോകുന്ന വഴിയിൽ നോക്കാം ഇവിടെ എന്തൊക്കെ കാഴ്ചകളൊക്കെയാണ്. ഇവിടുത്തെ റോഡുകളും വീടുകളും ഒക്കെ അമേരിക്കയിലെ പോലെ തന്നെയാണോ എന്നൊക്കെ ഒന്ന് അറിയണ്ടേ. അപ്പോൾ അതൊക്കെ കണ്ട് നമുക്ക് പതുക്കെ ഇവിടുത്തെ ഓരോരോ സ്പോട്ടുകളിലായിട്ട് പോകാം. നമ്മൾ താമസിച്ച ആ റൂമിൻ്റെ ആ പരിസരങ്ങളൊക്കെയാണ് കേട്ടോ ഈ കാണുന്നത്. കുറേയൊക്കെ നമ്മൾ ഉൾവഴികളിലൂടെയൊക്കെയാണ് പോയാൽ പിന്നെയാണ് നമ്മൾ ഹൈവേയിലേക്ക് കയറിയത്. കൊന്തൂരം വിജനമായിട്ടുള്ള സ്ഥലമാണെന്ന് അറിഞ്ഞാൽ എനിക്ക് അങ്ങനെ കേട്ടോ തോന്നിയത്. എന്തായാലും അമേരിക്കയിൽ നിന്നും കുറേയൊക്കെ വ്യത്യസ്തമാണ് ഇവിടെ വന്നതിന് നമുക്ക് കാണാൻ കഴിയാം. പിന്നെ 1 മണിക്കൂർ യാത്രയ്ക്ക് ശേഷമാണ് നമ്മൾ ആ ഒരു സിറ്റിയിലേക്ക് എത്തിയത്. പിന്നെ ഈ നമ്മുടെ വണ്ടിയുടെ ഗ്ലാസ് കണ്ടില്ല, ആകെ അഴുക്ക് പിടിച്ചിരിക്കണണ്ട. അതെന്താ സംഗതി എന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസത്തെ യാത്രയിൽ ഈ ഉൾഭാഗങ്ങളിലേക്കൊക്കെ വന്നപ്പോൾ ഭയങ്കര പ്രാണിശല്യം, ഇങ്ങനെ പ്രാണി വന്നിട്ട് ഇങ്ങനെ ഇടിക്കുക. അപ്പോൾ അങ്ങനെയൊക്കെ വന്നിട്ടുള്ളൊരു പാടാണ് കേട്ടോ ആ കാണുന്നത്. ഞാൻ ഇനിയുള്ള വീഡിയോകളിൽ ഞാൻ നിങ്ങൾക്കത് ക്ലിയർ ആയിട്ട് കാണിച്ചു തരാം. അപ്പം ഇനിയിപ്പോൾ നമുക്ക് ആദ്യം തന്നെ ചെയ്യേണ്ടത് നമ്മുടെ വണ്ടി പാർക്ക് ചെയ്യുക എന്നുള്ളതാണ്. അതാണ് ഏറ്റവും വലിയ പാട്. ഗൈസ്, നമ്മളങ്ങനെ ഇവിടെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തു. എൻ്റെ പിന്നെ ഒരുപാട് താഴേക്ക് അണ്ടർഗ്രൗണ്ട് പാർക്കിംഗ് കേട്ടോ, ഒരുപാട് താഴേക്ക് വന്ന് നമ്മൾ വണ്ടി പാർക്ക് ചെയ്തേക്കണം. ഇനി ഇവിടെ നമുക്ക് ലിഫ്റ്റിൽ കയറി മുകളിലേക്ക് പോവാം. ഗൈസ്, നമ്മളങ്ങനെ ഫസ്റ്റത്തെ സ്പോട്ടിലേക്ക് നടന്നു പോവുകയാണ്. ഇവിടെ വണ്ടി ഒക്കെ ഇടാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് ഇനിയൊക്കെ നടന്ന് കാണാമല്ലോ എന്ന് വിചാരിച്ച്. നമുക്ക് കുറച്ചധികം നടക്കാനുണ്ടായിരുന്നു. പക്ഷേങ്കിൽ ഈ പോകുന്ന വഴികളൊക്കെ കണ്ടിരിക്കേണ്ട ഒരു കാഴ്ച തന്നെയായിരുന്നു. എന്തോരം ഭംഗിയുള്ള ബിൽഡിങ്ങുകളാണെന്ന് അറിഞ്ഞാൽ. അതേ കണ്ടില്ലേ, ഇത് മോൺട്രിയലിൻ്റെ സിറ്റി ഹോളാണ്. ഏകദേശം 1800-ലാണ് ഈ ഒരു ബിൽഡിങ് ഉണ്ടാക്കിയതെന്നാണ് പറയണത്. ചരിത്രപ്രധാനമായിട്ടുള്ളൊരു ബിൽഡിങ്ങാണ് കേട്ടോ. അങ്ങനെ പോണ വഴിക്ക് നമുക്ക് ഇഷ്ടമാതിരി ഇങ്ങനെ വർഷങ്ങൾ പഴക്കമുള്ള ബിൽഡിങ്ങുകളൊക്കെ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കണ്ട് നമ്മളിങ്ങനെ പതുക്കെ ഫോട്ടോസും ഒക്കെ എടുത്തിട്ടാണ് കേട്ടോ നമ്മുടെ നടപ്പ്. ഇത് വേറൊരു ബിൽഡിങ്ങാണ് കേട്ടോ. എന്തോരോണെന്ന് പറഞ്ഞാൽ ഒരു കയ്യും കണക്കൂല. ഇതുപോലത്തെ ബിൽഡിങ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ ബോസ്റ്റൺ യാത്രയിലാണ് കേട്ടോ. അവിടെ ചെന്നപ്പോൾ ഇതുപോലത്തെ ഇങ്ങനെ ഏകദേശം ഇതേപോലത്തെയൊക്കെ ബിൽഡിങ്ങുകൾ നമ്മളന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. എന്തായാലും ഭയങ്കര ശാന്തസുന്ദരമായിട്ടുള്ളൊരു സ്ഥലത്ത് കൂടിയാണ് നമ്മൾ പോകണം. പിന്നെ ഇവിടെ എനിക്ക് വെറൈറ്റി ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നത് ഇവിടുത്തെ വണ്ടികളാണ്. പക്ഷേ എൻ്റെ പൊന്നെ എന്തോരം വെറൈറ്റി ആയിട്ടുള്ള കാറുകളാണെന്ന് അറിഞ്ഞാൽ നമുക്ക് ഈ ഒരു കാനഡ യാത്രയിൽ നമുക്ക് ഇവിടെ കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. ഈ ഒരു വണ്ടി കണ്ടില്ലേ, ഇതെനിക്ക് തോന്നണത് ഈ കല്യാണച്ചക്കനും പെണ്ണും കൂടി വന്ന കാറാണ് കേട്ടോ ഇത്. അപ്പോൾ ആ പയ്യൻ ഇങ്ങനെ ഇറങ്ങണത് നമുക്കിപ്പോൾ കാണാൻ സാധിക്കും. കണ്ടില്ലേ, ചെക്കനും പെണ്ണും എന്തോരം ആൾക്കാരാണെന്ന് പറഞ്ഞാൽ അത് അവിടെ ഇരുന്ന് ഇങ്ങനെ എന്നെപ്പോലെ വീഡിയോ എടുക്കണമായിരുന്നേ ആ ചെക്കനെ പെണ്ണിനെ കണ്ടിട്ട്. അപ്പോൾ അതുപോലത്തെ ഒരുപാട് വെറൈറ്റികളായിട്ടുള്ള കാറുകൾ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയിട്ടുള്ള കടകളാണ്. ഡ്രസ്സ് ഷോപ്പുകൾ, പിന്നെ റെസ്റ്റോറൻറ്റുകൾ, പിന്നെ സുവനീറുകൾ, പിന്നെ ഇവരുടെ കുറേ വെറൈറ്റികളായിട്ടുള്ള കുറേ ബിസ്ക്കറ്റുകളൊക്കെ ഉണ്ട്. അതൊക്കെ ഞാൻ വഴിയെ കാണിച്ചു തരാം. ഇതാണ് നമ്മൾ കാണാൻ വന്ന ആ ഒരു ഫസ്റ്റ് സ്ഥലം. ഇതൊരു പള്ളിയാട്ടോ. പള്ളിയുടെ അകത്താണ് നമ്മൾ കാണാൻ പോണം. ഈ പള്ളിയുടെ പേര് പറയാന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത്രക്ക് കടുകട്ടിയായിട്ടുള്ളൊരു പേരാണ്. അതുകൊണ്ട് ഞാനത് പറയണില്ല. അപ്പോൾ എന്തായാലും നമുക്കിതിൻ്റെ അകത്ത് കയറി നോക്കാം. എന്തോരം ആളുകളാണെന്ന് പറഞ്ഞത് കാണാൻ വന്നേക്കണേ. എന്തിനാണ് ഇതിന് മാത്രം ഇത് കാണാനുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ അറിയാൻ പറ്റും എന്താ സംഭവം എന്ന്. പിന്നെ മാത്രമല്ല നമ്മൾ ടിക്കറ്റ് എടുത്തിട്ട് വേണം കേട്ടോ അകത്തേക്ക് കയറാനായിട്ട്. അത്യാവശ്യം ചെറിയൊരു ക്യൂ ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മളിതേ അകത്ത് കയറിയിട്ടുണ്ട് മക്കളെ. അതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞപ്പോഴാണ് അതിൻ്റെ ഭംഗി മനസ്സിലാവണത്. കാനഡയിലെ മോൺട്രിയൽ നഗരത്തിലെ വളരെ പ്രശസ്തമായിട്ടുള്ള പള്ളികളിൽ ഒന്നാണ് കേട്ടോ ഇത്. ഇതൊരു ടൂറിസ്റ്റ് പ്ലേസും കൂടിയാണ്. വർഷം തോറും ലക്ഷക്കണക്കിന് ആൾക്കാരാണ് കേട്ടോ ഈ ഒരു പള്ളിയിൽ വന്നത്.
ഇതിൻ്റെ അകത്തുള്ള ഒരു ഇൻറ്റീരിയർ വർക്ക്, പിന്നെ അതുപോലെ തന്നെ ആ നീല കളറിലെ മേൽക്കൂര, ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ മാത്രമല്ല ഇതിൻ്റെ ഗ്ലാസ്സുകളൊക്കെ ഉണ്ട് സൈഡിലായിട്ട്. അതൊക്കെ ഒരു പ്രത്യേക ടൈപ്പ്, എന്താ പറയുക, ഒരു സ്റ്റോറി പറയണ രീതിയിലാണ് കേട്ടോ ആ ഗ്ലാസ്സുകളൊക്കെ ഇങ്ങനെ അവർ ഉണ്ടാക്കി വെച്ചേക്കണത്. എന്തായാലും കാണാൻ ഭയങ്കര ലുക്കാണ്. ഇതിൻ്റെ ആ മേൽക്കൂര നോക്കിക്കണ്ട് എന്ത് രസമാണെന്ന് പറഞ്ഞാൽ ഫുള്ളിങ്ങനെ നല്ല ഭംഗിയുണ്ട്. ആ ലൈറ്റിങ്ങും ഒക്കെ കാണാനായിട്ട് അത് എന്താ പറയുക, അതൊക്കെ നേരിട്ട് കണ്ടാലാണ്ടോ നമുക്ക് അതിൻ്റെ ആ ഒരു ഭംഗി ശരിക്കും അങ്ങോട്ട് ആസ്വദിക്കാൻ പറ്റുള്ളൂ. ഞാൻ കുറച്ച് നാൾ മുമ്പ് ഗോവക്ക് പോയപ്പോൾ ഇതുപോലത്തെ ഒരു പള്ളിയിൽ പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് തോന്നണം ഇത്രക്ക് ഭംഗി ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ, അത്രക്ക് മനോഹരമാണിത്. നമ്മൾ ഫോട്ടോ എടുക്കണേനോ വീഡിയോ എടുക്കണേനോ അതിനൊന്നും ഒരു പ്രശ്നമൊന്നുമില്ല കേട്ടോ. ഇതൊരു ടൂറിസ്റ്റ് പ്ലേസും കൂടിയാണല്ലോ, അതുകൊണ്ട് എല്ലാവരും നിന്ന് ഫോട്ടോസും ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ അതുമല്ല അവിടെ ഇങ്ങനെ പല പല സ്പോട്ടുകളിലായിട്ട് ഇങ്ങനെ മെഴുകുതിരി കത്തിച്ച് വെച്ചിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് വേണമെങ്കിൽ ആ മെഴുകുതിരിയൊക്കെ കത്തിക്കാവുന്നതാണ്. ഇത് മാത്രമല്ല കേട്ടോ, അങ്ങോട്ട് നീങ്ങി ഒരുപാട് സ്ഥലങ്ങളിലുണ്ട്, ഞാനതൊക്കെ കാണിച്ചു തരാം. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എന്താണെന്ന് വെച്ചാൽ ഇത് ഈ റൗണ്ട് സ്റ്റെയർ കണ്ടില്ലേ, ആ ഒരു കൊത്തുപണി പൊന്നി അതൊക്കെ നേരിട്ട് കാണൂടെ, എന്ത് ഭംഗിയാണെന്ന് അറിഞ്ഞാൽ. ഇതേപോലെ തന്നെ സ്റ്റെയർ ഞാൻ ഗോവയിലെ പള്ളിയിലും കണ്ടിട്ടുണ്ട്. പക്ഷേങ്കിൽ ഇത് എന്താണെന്നറിയില്ല കേട്ടോ, ഒരു പ്രത്യേക ഒരു ലുക്കാണ് കാണാനായിട്ട്. അതെങ്ങനെയാണ് ഞാൻ നിങ്ങളോട് വർണ്ണിക്കേണ്ടതെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഈ ഗോവണി കയറിയിട്ടൊന്നും മുകളിലേക്ക് പോകാൻ പറ്റില്ല, അവിടെയൊക്കെ ഇങ്ങനെ തടസ്സങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെ നിന്ന് വീഡിയോയൊക്കെ എടുക്കാം, അത്രയൊക്കെ തന്നെ. എന്തോരം ആൾക്കാരാണെന്ന് അറിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ ഇത് കാണാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. ഒരുപാട് ഇന്ത്യക്കാരെയും ഒക്കെ നമ്മളിവിടെ കണ്ടിട്ടുണ്ടായിരുന്നു, മലയാളികളെയൊക്കെ നമ്മളിവിടെ വെച്ചിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ പള്ളിയുടെ അങ്ങോട്ടൊക്കെ കുറേയൊക്കെ നടക്കാനുണ്ട് കേട്ടോ, ആ സൈഡിൽ കൂടി അപ്പുറത്തു കൂടിയും ഒക്കെ ഒരുപാട് ഉണ്ടായിരുന്നു കാണാനൊക്കെ ആയിട്ട്. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഷോപ്പൊക്കെ ഉണ്ടായിരുന്നേ, സുവനീർ പിന്നെ അതുപോലെ തന്നെ ആഭരണങ്ങളൊക്കെ കിട്ടണ ഒരു ഷോപ്പായിരുന്നു അത്. ഈ കാണുന്ന പള്ളി ഇപ്പോൾ ഇവർ പ്രാർത്ഥനാലയമായിട്ട് കൊണ്ടുപോകുന്ന ഒരു പള്ളിയാണ് തോന്നുന്നുണ്ട്. അങ്ങോട്ട് ആളുകളൊന്നും അധികമൊന്നും അങ്ങനെ കയറുന്നുണ്ടായിരുന്നില്ല, ഇങ്ങനെ ക്ലോസ് ചെയ്തേക്കായിരുന്നു. അപ്പം നമ്മൾ പുറത്ത് നിന്നിട്ടാണ് ഇതിൻ്റെയൊക്കെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത്. എന്തായാലും എന്ത് ഭംഗിയാണെന്ന് അറിഞ്ഞാൽ കാണാനായിട്ട്. പിന്നെ ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയാൻ എനിക്ക് അറിയില്ല കേട്ടോ. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഇവിടുത്തെ പെയിൻറ്റിങ്ങുകളൊക്കെ നല്ല രസമുണ്ടായിരുന്നു പെയിൻറ്റിങ് കാണാൻ. ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു ഗ്ലാസ്സിൽ വർക്ക് ചെയ്തെന്ന് പറഞ്ഞില്ലേ, അതേ ആ കാണാണ്ടോ, നല്ല ഭംഗിയുണ്ടായിരുന്നു. ഫുള്ളും ഇങ്ങനെ ഗ്ലാസ്സുകൾ ഇങ്ങനെ കൊടുത്തിട്ടുണ്ടായിരുന്നു. കുറേ നേരം ഇതിൻ്റെ ഉള്ളിൽ നടന്ന് കാണാനൊക്കെ ഉണ്ടായിരുന്നു. ഭയങ്കര ഒരു ശബ്ദതയായിരുന്നു ഇതിൻ്റെ ഉള്ളിൽ. അങ്ങനെ കുറേ നേരം നമ്മളവിടെ സ്പെൻഡ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ പിന്നെ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇപ്പോഴേ തന്നെ ലൈവ് മ്യൂസിക്കൊക്കെ അവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ വൈകിട്ട് വന്നോട്ടോ, അതാണ് ഏറ്റവും രസം. ഫുള്ള് ലൈറ്റൊക്കെ ഇട്ടിട്ട് നല്ലൊരു ഭംഗിയായിരിക്കും കാണാനായിട്ട്. പക്ഷേ എങ്കിൽ നമുക്ക് വൈകിട്ട് വേറെ സ്ഥലത്തൊക്കെ പോകാനുള്ളതുകൊണ്ടാണ് നമ്മളിപ്പോൾ വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മളിതേ പോണ വഴിക്ക് ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ള ഒരു ബിസ്ക്കറ്റ് വാങ്ങിക്കാൻ കയറിയായിരുന്നേ. ഇത് ആപ്പിൾ ടീ, ഇത് ലോലിപോപ്പ്, പിന്നെ ഇത് ക്യാൻഡി, എന്തൊക്കെ സാധനങ്ങളാണ്. ഇവിടുത്തെ ഭയങ്കര ഫേമസ് ആണ് ഈ മേപ്പിളിൻ്റെ ബിസ്ക്കറ്റ്, അതുപോലെ തന്നെ സിറപ്പ്, ക്യാൻഡി, അത് വെച്ചിട്ടുള്ള ഒരുപാട് ഐറ്റംസുകൾ ഇവിടെ ഭയങ്കര ഫേമസ്. അപ്പം നമ്മൾ ബിസ്ക്കറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു, ഞാൻ ആ നേരത്തെ കാണിച്ചില്ലേ. പിന്നെ എന്തോരം വണ്ടികളാണെന്ന് പറഞ്ഞാൽ പല പല വെറൈറ്റികളായിട്ടുള്ള കാറുകളായിരുന്നു മൊത്തം നമുക്ക് റോട്ടിൽ കാണാൻ കഴിഞ്ഞാൽ. നടന്നു പോകണോണ്ടാണ് കേട്ടോ ഇങ്ങനെ വീഡിയോ എടുക്കാൻ പറ്റി. നമ്മൾ വണ്ടിയിലായിരുന്നെങ്കിൽ ഇത്ര ക്ലിയർ ആയിട്ടൊന്നും കാണാൻ പറ്റൂലായിരുന്നു. എന്തോരോർന്ന്
നമ്മളിനി വണ്ടി പാർക്ക് ചെയ്ത് കൊടുത്തേക്കാണ് കേട്ടോ പോണത്. കാരണം എന്ന് വെച്ചാൽ നമുക്ക് അടുത്ത സ്പോട്ട് പോകണമെന്നുണ്ടെങ്കിൽ കാറിന് തന്നെ പോകണം. കാര്യം ഇവിടെ ഉണ്ടെങ്കിലും നമ്മളിനി വൈകിട്ടാണ് ഇവിടെ കറങ്ങാൻ നിൽക്കണുള്ളൂ. അപ്പോൾ കാറൊക്കെ എടുത്ത് നമുക്കിനി ഫുഡൊക്കെ കഴിച്ചിട്ട് വേണം നമുക്കിനി അടുത്ത സ്പോട്ടിലേക്ക് പോകാനായിട്ട്. ഏകദേശം ഇപ്പോൾ ഒരു ഉച്ച സമയമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഫുഡ് കഴിക്കാമല്ലോ എന്ന് വിചാരിച്ച്. ഇവിടെ ഏകദേശം ചെറിയ രീതിയിൽ തണുപ്പൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ എന്താ പറയുക, വലിയ വെയിലൊന്നും ഇല്ലാത്തതുകൊണ്ട് നടക്കാനൊക്കെ നല്ല സുഖമൊക്കെ ഉണ്ടായിരുന്നു. തണുപ്പാണെങ്കിലും അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള തണുപ്പൊന്നുമല്ല, നമുക്ക് സഹിക്കാൻ പറ്റുന്ന രീതിയിലുള്ള തണുപ്പൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എന്തായാലും കാലാവസ്ഥ അടിപൊളിയൊക്കെ ആയിരുന്നു. വണ്ടി എടുത്തതിന് ശേഷം നമ്മൾ ആദ്യം ഇവിടെ തൊട്ടടുത്ത് വേറൊരു സ്പോട്ട് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങോട്ട് പോകാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ എങ്കിൽ ഇവിടെ എന്തോ ഒരു പ്രോഗ്രാമൊക്കെ നടക്കണോണ്ട് റോഡുകളൊക്കെ ഭയങ്കര ബ്ലോക്കാണ് കേട്ടോ. ഈ കാണുന്നതല്ല, നമ്മൾ ഹൈവേയിലേക്ക് കടന്നപ്പോഴുള്ള കാര്യമാണ് ഞാൻ പറയണത്. ഭയങ്കര ബ്ലോക്കായിരുന്നു, അങ്ങോട്ട് കടത്തി വിടണേ ഉണ്ടായിരുന്നില്ല കാറുകൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പിന്നെ അത് പോകണ്ട എന്ന് വിചാരിച്ച് വേഗം തന്നെ നമ്മൾ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ച്. ഫുഡ് കഴിച്ചിട്ട് നമുക്ക് എന്തെങ്കിലും സ്പോട്ടിലേക്ക് പോകാമല്ലോ. അപ്പോൾ ഫുഡ് എന്നുള്ളൊരു ഓപ്ഷൻ വന്നപ്പോൾ ഇവിടെ ഒരുപാട് വെറൈറ്റികളായിട്ടുള്ള ഫുഡുകളൊക്കെ ഉണ്ട് കാനഡയിൽ. പക്ഷേ നമ്മൾ പിന്നെ അതൊന്നും ട്രൈ ചെയ്യാനായിട്ട് നിന്നില്ല. ഇവിടെ അടിപൊളി ഒരു മന്തിക്കട ഉണ്ടെന്ന് അറിഞ്ഞായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളങ്ങനെ മന്തി കഴിക്കാമെന്ന് വിചാരിച്ച് വണ്ടിയൊക്കെ പാർക്ക് ചെയ്തു. നമ്മൾ അങ്ങോട്ട് നടക്കണേണ്. ഇവിടെ ഒരു എന്താ പറയുക, ഒരു അറബിക് സ്ട്രീറ്റാണ് കേട്ടോ ഈ ഒരു ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എല്ലാം ഇങ്ങനെ മന്തിക്കടകളാണ്. നമ്മളിപ്പോൾ വന്നേക്കണ സ്ഥലത്ത് വെറൈറ്റികളായിട്ടുള്ള മന്തി, അതുപോലെ തന്നെ ഷവർമയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മളിത് വാങ്ങിയിട്ടാണ് മട്ടനും അതുപോലെ തന്നെ ചിക്കനും ഒക്കെ ആയിട്ടുള്ള 2 ടൈപ്പ് മന്തിയാണ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. 2 ടൈപ്പ് റൈസാണ് കേട്ടോ. ഒന്ന് റെഡ് കളറും പിന്നെ ഒന്ന് ഒരു യെല്ലോ കളറിലാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ ഷവർമയും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡാണ് കേട്ടോ. ഇതിൻ്റെ കൂടെ മയോണൈസും പിന്നെ അതുപോലെ ആ തക്കാളി ആ ഒരു ചമ്മന്തിയൊക്കെ ഉണ്ടാവുമല്ലോ, മുളകൊക്കെ ഇട്ടിട്ട്, അതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഈ ബദാമൊക്കെ അതുപോലെ നട്ട്സൊക്കെ പൊടിച്ചത് അതൊരു ബൗളിലുണ്ടായിരുന്നു. എന്തായാലും അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല തിരക്കുള്ളൊരു റെസ്റ്റോറൻ്റ് ആയിരുന്നേ. എന്തോരം നേരം നമ്മൾ വെയിറ്റ് ചെയ്തതിന് ശേഷമാണെന്ന് പറഞ്ഞാൽ ഫുഡും സീറ്റും ഒക്കെ കിട്ടിയത്. ഫുഡ് ടേസ്റ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഡിന്നറിനുള്ള ഫുഡും കൂടി ഇവിടുന്ന് പാർസൽ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അവിടുന്ന് ഫുഡ് അടിയൊക്കെ കഴിഞ്ഞു ഇറങ്ങി. ഇത് കണ്ടില്ല, ആ ഒരു സ്ട്രീറ്റിൽ മൊത്തം അറബിക് റെസ്റ്റോറൻറ്റുകളാണ് കേട്ടോ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. ഫുള്ള് ഗ്രിൽഡും പിന്നെ അതുപോലെ ഈ മന്തി, കബാബ് അങ്ങനത്തെ ഫുഡുകളൊക്കെയാണ് ഈ ഒരു സ്ട്രീറ്റിൽ കൂടുതലായിട്ട് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. കാനഡയിൽ വന്നിട്ട് ഇനി വീടുകൾ കണ്ടില്ല എന്ന് വേണ്ട, അതേ കണ്ടില്ലേ ഇവിടുത്തെ വീടുകളൊക്കെ ഒരേപോലത്തെ വീടുകളാണ്. റെഡ് കളറിലാണ് ഇരിക്കുന്നത്. ഏതാണ്ട് ഒരു ഇഷ്ടിക വെച്ചിട്ട് പണിത പോലെയാണോ എനിക്ക് തോന്നിയത്. കൂടുതൽ അറിയില്ല, അറിയാവുന്നവരുണ്ടെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യണേ. എന്തായാലും അമേരിക്കയിലെ വീടുകളിൽ നിന്നും വളരെ വ്യത്യസ്തമുണ്ടോ ഇത്. അതുപോലെയൊന്നും അല്ല ഇരിക്കുന്നത്. വേറൊരു മോഡലിലുള്ള വീടുകളാണ് ഇവിടെ കൂടുതലും നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്തായാലും ഇതൊക്കെ ഏതാണ്ട് ഈ ഇഷ്ടികയാണ്. നമ്മുടെ അമേരിക്കയിലാണെന്നെങ്കിൽ ഫുള്ള് മരങ്ങളൊക്കെ വെച്ചിട്ടല്ലേ വീടൊക്കെ പണിയുക. എന്തായാലും നല്ല ഭംഗിയുണ്ടല്ലേ കാണാനായിട്ട്. റോഡ് സൈഡ് തന്നെയാണ് ഈ കാണുന്നത്. പിന്നെ കുറച്ചും കൂടി മുന്നോട്ട് പോയപ്പോൾ അതേ വേറൊരു കളറിൽ ഒരേപോലത്തെ വീട്. ഇവിടെ ഫുള്ള് ഇങ്ങനെ വില്ലകൾ പോലെയാണ്. എന്തോരം ആൾക്കാരാണ് ഈ ഒരു സിറ്റി ഭാഗത്തൊക്കെ താമസിക്കണമെന്ന് പറഞ്ഞാൽ. പക്ഷേ ഉള്ളേരിയയിലേക്ക് പോയി കഴിഞ്ഞാൽ അധികം തിക്കും തിരക്കും ആളുകളും ഒന്നും നമുക്ക് കാണാൻ കഴിയില്ല. ഗേസ്, നമ്മളങ്ങനെ അടുത്തൊരു സ്പോട്ടിലെത്തിയിരിക്കുകയാണ്. സെൻറ്റ് ജോസഫ് ചർച്ച്. സെൻറ്റ് ജോസഫ്, സെൻറ്റ് ജോർജാ? സെൻറ്റ് ജോസഫ്. അടിപൊളി കേട്ടോ കാണാൻ. മലയുടെ മുകളിലുള്ളൊരു പള്ളി കാണാനാണ്ടോ നമ്മൾ വന്നേക്കണം. കാനഡയിലെ ഏറ്റവും വലിയ പള്ളികളിൽ ഒന്നാണ്. അതുകൊണ്ട് തന്നെ ലോകത്തിൽ നിന്ന് എത്ര ലക്ഷം ആൾക്കാരാണെന്ന് പറഞ്ഞാൽ വർഷത്തിലൊക്കെ ഇവിടെ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ കയറണമെന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റെപ്പ് കയറി പോവാം, അല്ലെങ്കിൽ നമുക്ക് ലിഫ്റ്റ് അല്ലെങ്കിൽ എക്സലേറ്ററൊക്കെ വഴി ഇതിൻ്റെ മുകളിലെത്താം. നമ്മൾ പതിവ് പോലെ തന്നെ എക്സലേറ്ററിലാണ് വന്നേക്കണത്. കൂടുതൽ സ്റ്റെപ്പ് കയറാനൊന്നും വയ്യ. അപ്പോൾ ഇതിങ്ങനെ ഓരോ ഇങ്ങനെ എക്സലേറ്റർ കഴിഞ്ഞ് ഒരു ലാൻഡിങ് ഉണ്ടാവും. അവിടെ ഓരോ കടകൾ ഒക്കെ ഉണ്ടാവും കേട്ടോ, സുവനീറൊക്കെ വിൽക്കണത്. അപ്പോൾ നമ്മളിപ്പോൾ 2ാമത്തെ എക്സലേറ്ററും കഴിഞ്ഞ് മുകളിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഇങ്ങനെ കുറേ ഐറ്റംസുകളൊക്കെ ഈ പള്ളിയുമായി ബന്ധപ്പെട്ടിട്ട് ഇങ്ങനെ ചില്ലുകൂട്ടിലൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇത് കൂടാതെ ഇവിടെ മ്യൂസിയം ഒക്കെ ഉണ്ട് കേട്ടോ. ഒരുപാടുണ്ട് ഇവിടെ കാണാനായിട്ട്.
ഈ ഗ്ലാസ്സിലൂടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മല കാണാൻ പറ്റും കേട്ടോ. ഭയങ്കര വലിയ മലയാണ്. അതിൻ്റെ മുകളിൽ ഒരു ടൂറിസ്റ്റ് പ്ലേസാണ് കേട്ടോ. അങ്ങോട്ടൊക്കെ വേണമെങ്കിൽ നമുക്ക് ട്രക്ക് ചെയ്തിട്ടൊക്കെ വേണം പോകാനായിട്ട്. അങ്ങനെ നമ്മളിതേ പള്ളിയുടെ അകത്ത് പ്രവേശിച്ചിരിക്കുകയാണ്. ഇവിടെ ഫുള്ള് ഇങ്ങനെ മെഴുകുതിരി കത്തിക്കുന്ന ഒരു സ്പോട്ടുകളാണ് നമുക്ക് കാണാൻ കഴിയുക. കുറേ ഉണ്ട്, പല പല ഇങ്ങനെ കളറിലായിട്ട് ഇങ്ങനെ മെഴുകുതിരി, നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. പിന്നെ മാത്രമല്ല ഒരു ഫുള്ള് എന്താ പറയുക, ഒരു പ്രത്യേക ഒരു അന്തരീക്ഷോട്ട് അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ മൊത്തം ഒരു സൈലൻസാണ്. നമുക്ക് വേണമെങ്കിൽ നേരത്തെ നമ്മൾ പള്ളിയിൽ കണ്ട പോലെ തന്നെ മെഴുകുതിരി കത്തിക്കാം, പ്രാർത്ഥിക്കാം. അങ്ങനത്തെ ഒരു ഇതാണ് നമുക്കിതിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ കാണാൻ കഴിയുക. നമുക്ക് ഇവിടുന്ന് വീണ്ടും ഒരുപാട് മുകളിലേക്ക് പോകാനുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ ഏകദേശം ഒരു ഇടക്കൊക്കെ എത്തിയിട്ടുള്ളൂ. അങ്ങനെ ഇടക്ക് നമ്മളിപ്പോൾ ഒരു എന്താ പറയുക, ഒരു വ്യൂ പോയിന്റ് പോലെ ഒരു സ്ഥലം വന്നപ്പോൾ നമ്മളങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയതാണല്ലോ ഈ കാണുന്ന കാഴ്ച. ഈ ഒരു വ്യൂ പോയിന്റിൽ എത്തിയിരിക്കുകയാണ്. അടിപൊളി വ്യൂ കേട്ടോ. അവിടെ നോക്കിക്കഴിഞ്ഞാൽ അത് കണ്ടോ, മോൺട്രിയൽ മൊത്തത്തിൽ കാണാമെന്നാണ് പറയണത്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ അടിപൊളി വ്യൂ ആണ്. ഈ എക്സലേറ്റർ ലിഫ്റ്റൊക്കെ ഉള്ള കാരണം ഭയങ്കര ഉപകാരമുണ്ട്. അല്ലെങ്കിൽ നമ്മൾ സ്റ്റെപ്പ് കയറി ആകെ അവശതയായി പോയേനായിരുന്നു. നമ്മളെപ്പോലുള്ളവർക്ക് വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നത് അതൊക്കെ. ഇത് ഏറ്റവും മുകളിൽ വരെ ഉണ്ട് കേട്ടോ ഈ എക്സലേറ്റർ. അങ്ങനെ നമ്മൾ ഇവിടെ നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തു. ഇതെന്താണ് സംഗതി എന്നുള്ളത് അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഞാൻ കൂടുതൽ ഇതിനെക്കുറിച്ചൊന്നും ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയണമൊന്നുമില്ല. നമ്മളങ്ങനെ ഇവിടെ നിന്ന് വീണ്ടും മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഒരുപാട് എക്സലേറ്റർ കയറാനുണ്ടായിരുന്നേ. അതൊക്കെ കഴിഞ്ഞ് മുകളിലെത്തിയപ്പോഴാണ് ഇവരുടെ ആ പ്രാർത്ഥന റൂം, ആ ഒരു ഹോളിൽ നമ്മൾ എത്തിയിട്ടുണ്ടായിരുന്നത്. ഇവിടെയും ഒരുപാട് ഇങ്ങനെ സീറ്റ് അറേഞ്ച്മെൻറ്റ്സും കാണാനും ഒക്കെ ഒരുപാട് കാഴ്ചകളുണ്ട്. പ്രത്യേകിച്ച് ഇവിടുത്തെ അട്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ആ ഒരു ചില്ല് ഗ്ലാസ്സാണ്. ഇത് കണ്ടില്ലേ, ആ ഒരു ജനലുകൾ ഫുള്ള് വർക്ക് ചെയ്തിട്ടുള്ള ജനലാണ് ഇവിടുത്തെ പ്രത്യേകത. നല്ല ഭംഗിയാണ് കേട്ടോ അത് കാണാനായിട്ട്. അപ്പോൾ ഈ ഒരു സെക്ഷനിൽ നിന്ന് നമുക്ക് പുറത്തിറങ്ങാനുള്ളൊരു വാതിലൊക്കെ കൊടുത്തിട്ടുണ്ട്. ഏറ്റവും മുകളിൽ നിന്നിട്ടുള്ളൊരു വ്യൂ ആണ് ഇത്. താഴെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു റോഡുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നുണ്ടായിരുന്നു. പിന്നെ മോൺട്രിയലിൻ്റെ മൊത്തത്തിലുള്ളൊരു വ്യൂ ആണ് ഇവിടെ നിന്ന് കാണാൻ കഴിയുക. അതുകൊണ്ടാണ് എല്ലാവരും വന്നവരൊക്കെ ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കുക എന്നുള്ളതൊരു പ്രത്യേകതയാണ്. പിന്നെ ഒരുപാട് ആളുകൾ ഇങ്ങനെ നേർച്ചയാണ് തോന്നുന്നുണ്ട്, ഇങ്ങനെ സ്റ്റെപ്പൊക്കെ മുട്ടിലഴഞ്ഞൊക്കെ വരുന്നുണ്ടായിരുന്നു. അതൊന്നും ഞാൻ വീഡിയോയിൽ പകർത്തിയിട്ടില്ല. പിന്നെ ഇവിടെ ഒരുപാട് പ്രാവുകളെ കണ്ടിട്ടുണ്ടായിരുന്നു. എല്ലാം കൊണ്ടും അടിപൊളിയായിരുന്നു കേട്ടോ ഇവിടെ വന്നിട്ടുള്ള വിശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എന്തായാലും മോൺട്രിയലിൽ വന്നിട്ട് പ്രധാനപ്പെട്ട 2 പള്ളികൾ കാണാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഇത് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള 2 പള്ളികളാണ് കേട്ടോ. രണ്ടും ടൂറിസ്റ്റ് പ്ലേസ് ആണ്. അതുകൊണ്ടാണ് നമ്മളിവിടെ വന്നിട്ടുണ്ടായിരുന്നത്. എന്തായാലും നമ്മളിവിടുത്തെ കാഴ്ചയൊക്കെ കണ്ട് ഇനി പുറത്തേക്ക് ഇറങ്ങാം. ഗായ്സ്, നമ്മളങ്ങനെ കുറേ എക്സിലേറ്റർ വഴി സ്റ്റെപ്പൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അധികം സ്റ്റെപ്പൊന്നും ഇറങ്ങേണ്ടി വന്നില്ല. വേണ്ട, അതിൻ്റെ ഏറ്റവും മേളിലാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. അടിപൊളിയായിരുന്നു. അപ്പോൾ നമ്മളങ്ങനെ കുറച്ച് നേരം അവിടെയൊക്കെ നടന്ന് കാഴ്ചകളൊക്കെ കണ്ടു, താഴെ ഇറങ്ങി. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഇനിയിപ്പോൾ നമ്മൾ പോണത് അടുത്തൊരു സ്പോട്ടിലേക്കാണ്. അപ്പോൾ അതിൻ്റെ കാഴ്ചകളൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.